സൂപ്പർ മഴയാണ് അനുഭവപ്പെടുന്നത്. മഴയുടെ ദൃശ്യങ്ങൾ കാണാം. തുള്ളിക്കൊരു കുടം എന്നൊക്കെ പറയുന്ന പോലെ കഴിഞ്ഞ 2-3 മാസമായി കേരളത്തിന് പരിചിതമല്ലാതിരുന്ന ഒരു മഴ. നല്ല മിന്നൽ അനുഭവപ്പെടുന്നുണ്ട്. അപ്പം നാളെയും ഈ മിന്നലിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിൽ നിന്നും ഈ ഡാമിനിയിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്ന സൂചന. അപ്പം നാളെയും ഇതിന് സാധ്യതയുണ്ട്. അപ്രതീക്ഷിത മഴക്കാലം എന്ന് പറയാം. കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ മഴ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ മുന്നറിയിപ്പും മന്ദാരവുമൊക്കെയായി ഇതങ്ങ് മടങ്ങി. എന്നാൽ രാത്രി 10 മണിയോടെയാണ് ശക്തമായ മഴ തെക്കൻ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കാറ്റോടെ വീശിയടിക്കുന്നത്. നല്ല ഇടിമിന്നലോട് കൂടിയാണ് മഴ ഇക്കുറി കടന്നെത്തിയത്. ഉച്ചയോടെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൻ്റെ ഡാമിനി എന്ന ഇടിമിന്നൽ മുന്നറിയിപ്പ് നൽകുന്ന ആപ്ലിക്കേഷനിലൂടെ മിന്നലിൻ്റെ സാന്നിധ്യം പറഞ്ഞിരുന്നു. എന്നാൽ വൈകുന്നേരത്ത് ഈ ഇടിമിന്നലൊന്നും കാണാതായതോടെ ഇത്തരത്തിലൊരു മഴ ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനിടയിലാണ് സാധാരണഗതിയിൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് ചൂടിലേക്ക് കിടക്കുകയാണ്. എന്നാൽ വേനൽക്കാലത്ത് അനുഭവപ്പെടുന്നത്, അതായത് ഏപ്രിൽ മെയ് മാസത്തിൽ അനുഭവപ്പെടുന്ന അതിശക്തമായ ചൂടിനാണ് കഴിഞ്ഞ ആഴ്ച കേരളം സാക്ഷ്യം വഹിച്ചത്. ചൂടിൻ്റെ മുന്നറിയിപ്പ് കൂടി നൽകേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരുന്നു. കാരണം ഉച്ചയ്ക്ക് പുറത്തിറങ്ങുന്നവർ ചൂടിൽ വെള്ളം കുടിക്കുക, അതായത് 3-4 ഡിഗ്രി വരെ പലയിടത്തും ചൂട് അനുഭവപ്പെട്ട സാഹചര്യത്തിൽ നിന്നാണ് എല്ലാവരെയും യഥാർത്ഥത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പോലും ഞെട്ടിപ്പോൾ. ഇത്ര ശക്തമായൊരു മഴ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇന്നലെ രാവിലെ തെക്കൻ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ചാറ്റൽ മഴയുണ്ട്. മൂടിക്കെട്ടിയ അന്തരീക്ഷം പിന്നീട് ഉച്ചയോടെ മാറി. ഇന്ന് അന്തരീക്ഷം ആകെ മാറുന്നുണ്ട്. അതിശക്തമായ മിന്നലിൻ്റെ സാന്നിധ്യം നിന്നുണ്ട്. ഇപ്പോൾ തന്നെ ദൃശ്യങ്ങൾ കണ്ടു. നമ്മൾ ഇത് നിൽക്കുമ്പോൾ തന്നെ ശക്തമായ മിന്നലടിക്കുന്നത് കാണാം. അല്പം മുമ്പ് കാറ്റും മഴയോടെയാണ് മഴ എത്തിയത്. ഇപ്പോഴത്തെ പല ഭാഗങ്ങളിലും ശക്തമായ ഇടിമിന്നൽ മുന്നറിയിപ്പ് നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും പറഞ്ഞിരുന്നു. അതിനെ ശരിക്കും ശരിവെക്കുന്ന രീതിയിലാണ് ഈ മിന്നലും ഇടി അനുഭവപ്പെടുന്നത്. ചെറിയ മഴയല്ല, മണ്ണിനെ തണുപ്പിക്കുന്ന രീതിയിലുള്ള മഴ. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തോടെ ഉണ്ടായിരുന്ന ഫലമൂലാദികൾ, ഫലവൃക്ഷാദികൾ പൂക്കാതിരുന്നതൊക്കെ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ടുണ്ടാകുന്ന കിഴക്കൻ കാറ്റിൽ, അതായത് കരക്കാറ്റിൽ പൂടാൻ തുടങ്ങുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ ഈ മഴ എത്തിയിരിക്കുന്നത്. കുറേ അപ്രതീക്ഷിതമായിരുന്നു ഈ മഴ. ആടിത്തിമിർക്കുന്ന ഈ മഴ ഏതാണ്ട് അപ്രതീക്ഷിതമായിരുന്നു. 2 ദിവസം മുമ്പ് മഴ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ അനുഭവപ്പെടുന്നത്. നേരത്തെ ചെറിയ ഇടിമിന്നലൊക്കെ വൈകുന്നേരത്തോടെ ഉണ്ടായിരുന്നെങ്കിലും ഇത്ര മഴ ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. വളരെ പെട്ടെന്ന് അന്തരീക്ഷം മാറുകയാണ്. ശക്തമായ കാറ്റും മഴയും വീശിയടിക്കുന്ന അപ്രതീക്ഷിതമായൊരു കാലാവസ്ഥ പ്രതിഭാസത്തിനാണിപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. കാരണം ഈ സമയത്ത് സാധാരണഗതിയിൽ മഴ ഉണ്ടാവാറില്ല. കാരണം തുലാവർഷം പിൻവാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തുലാവർഷം പിന്മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു മഴ അപരിചിതമാണ്. തണുപ്പ് നിന്നും മാറി ചൂടിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ചൂടെന്ന് വെച്ചാൽ കടുത്ത ചൂടനുഭവപ്പെട്ടു. നിരീക്ഷണ വകുപ്പിൻ്റെ ഡാമിനി എന്ന സൈറ്റിൽ ഇടിമിന്നലിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്ന ആപ്ലിക്കേഷനാണ് ഡാമിനി. ആ ഡാമിനിയിൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുമ്പോഴും ഈ ഒരു പ്രത്യേകിച്ചും ജനുവരി അവസാനിക്കുന്ന ഈ ഒരു സമയത്ത് ഇത്ര വലിയ ശക്തമായ മിന്നൽ കേരളത്തിന് പരിചിതമുള്ളതല്ല. ഏതാണ്ട് വേനൽക്കാലത്തിന് സമാനമായ രീതിയിലുള്ള ശക്തമായ ഇടിമിന്നലാണ് അനുഭവപ്പെട്ടത്. ഏതാണ്ട് 3ഓളം ഇടിമിന്നൽ ഇപ്പോൾ നമുക്ക് പ്രകടമായി. മഴയോടനുബന്ധിച്ചും മഴയ്ക്ക് മുൻപും അതിശക്തമായ ഇടിമിന്നലാണ്. അപ്പോൾ ഈ ഇടിമിന്നലിന് സാധ്യത ഇനിയും ഉണ്ടായതുകൊണ്ട് പുറത്തിറങ്ങി നിൽക്കുക. മിന്നലിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ പ്ലഗിൽ നിന്ന് വിച്ഛേദിക്കുക തുടങ്ങിയ മുന്നറിയിപ്പുകൾ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഉച്ചയ്ക്ക് തന്നെ നൽകിയിരുന്നു. എന്നാൽ അതാരും അത്ര ജാഗ്രതയോടെ എടുത്തില്ല എന്നുള്ളതൊരു പ്രത്യേകതയാണ്. കാരണം സ്ഥിരമായി ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ആരും അത് പ്രതീക്ഷിക്കുന്നതല്ല. കാരണം ജനുവരിയിൽ സാധാരണ ഉണ്ടാകാറുള്ള ശീതളമയോ മഞ്ഞുകാലമോ ഉണ്ടായിരുന്നില്ല. പുലർകാല മഞ്ഞും പുറത്തിറങ്ങാൻ കഴിയാത്ത തണുപ്പുമൊക്കെ ഉണ്ടാകുന്ന ജനുവരിയിലെ പ്രഭാതങ്ങൾ ലെവലേശം ഉണ്ടായിരുന്നില്ല. മൂന്നാറിലും മറ്റും വലിയ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഈ തെക്കൻ കേരളത്തിലോ മധ്യ കേരളത്തിലോ വടക്കൻ കേരളത്തിലോ ഇത്തരത്തിലുള്ള തണുപ്പ് കാലം വളരെ വിരളമായിരുന്നു. ഈ പ്രാവശ്യം ഈ വർഷത്തെ മഞ്ഞുകാലം വളരെ പെട്ടെന്ന് പിൻവാങ്ങുകയും രാവിലെ ചെറിയൊരു തണുപ്പ് അനുഭവപ്പെടുകയും 10 മണിയോടെ അതിശക്തമായ ചൂടും പുറത്തിറങ്ങാൻ കഴിയാത്ത പൊള്ളുന്ന വെയിലുമായിരുന്ന ഒരു കാലാവസ്ഥയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച കേരളത്തിൽ കണ്ടുവന്നിരുന്നതെങ്കിൽ വളരെ ചാറ്റൽ മഴയോടെ മാറിയ മഴ വളരെ പെട്ടെന്ന് ഏതാണ്ട് 10 മണിയോടെ പെട്ടെന്ന് പെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടത്. അതും ശക്തമായ കാറ്റും മഴയ്ക്കൊപ്പം വീശിയടിക്കുന്ന ഒരു സാഹചര്യം മഴ ഉണ്ടാകാറുള്ളത്. എന്നാൽ പതിവിന് വിപരീതമായിട്ടാണ് ഈ കാലാവസ്ഥ. പ്രത്യേകിച്ചും ഇപ്രാവശ്യത്തെ കാലാവസ്ഥ മാറ്റം കൊണ്ട് തന്നെ
അതായത് കരക്കാറ്റ് വീശാനുള്ള താമസം കൊണ്ട് തന്നെ ഈ ഫലവൃക്ഷങ്ങൾ, അതായത് മാവ്, പ്ലാവ് എന്നിവ കായ്ക്കുന്നത് വളരെ വിരളമായിരുന്നു. കിഴക്കൻ മേഖലയിൽ നിന്നുള്ള കാറ്റ്, അതായത് കരക്കാറ്റ് ആഞ്ഞു വീശാത്തത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം കേരളത്തിൽ പ്ലാവ്, ചക്കയ്ക്കൊക്കെ തീ വിലയാണ് അനുഭവപ്പെടുന്നത്. ചക്കയുടെ മാർക്കറ്റ് വളരെ വലുതായി മാറിക്കൊണ്ടിരിക്കുന്നു. ചക്ക കിട്ടാക്കനിയായിരുന്നു. ആ ഇടയ്ക്കിലാണ് കഴിഞ്ഞ 2 ആഴ്ചയായി കരക്കാറ്റ് വീശാൻ തുടങ്ങിയത്. ആ കരക്കാറ്റ് വീശിയതോടെ മാവ് പൂവിടാൻ തുടങ്ങി, പ്ലാവിൽ ചക്കയുടെ കള പൊട്ടാൻ തുടങ്ങി. ഇങ്ങനെ ചില മാറ്റങ്ങൾ, പറങ്കിമാവ് പൂവിട്ട് ചെറിയ കണ്ണി പരുവത്തിലൊക്കെ എത്തുന്ന സമയത്താണ് ഈ മഴ എത്തുന്നത്. ഇത് അതിനെല്ലാം വളരെ ദോഷമായി ബാധിക്കും എന്നുള്ള ഉറപ്പാണ്. ഈ പൂക്കൾ പൊഴിഞ്ഞു പോവും. മാവിൻ്റെ പൂക്കളൊക്കെ പൂത്ത് തണ്ട് ഇവിടെ നിൽക്കുന്ന രാത്രിയാണ് വ്യക്തമായി കാണാനൊക്കെ ഇതില്ല. ഈ മാവ് പൂവിട്ട് ഉണ്ണികൾ വിരിയാൻ തുടങ്ങുകയാണ്. ആ ഉണ്ണികൾ വിരിയാൻ തുടങ്ങുമ്പോഴാണ് ഈ അപ്രതീക്ഷിതമായ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഭാഗമായുള്ള ഈ മഴ ഈ ഫലങ്ങളെ, അതായത് ഈ മാങ്ങ പിടിക്കാനും രാവിലെ ചക്ക വീഴാനുള്ള വലിയ സാധ്യതകളെ ഇല്ലാതാക്കുമെന്ന് ഉറപ്പാണ്. കാരണം അത്തരത്തിലുള്ളൊരു മഴയും ഇടിമിന്നലും ഒക്കെയാണ് അനുഭവപ്പെടുന്നത്. ഒന്ന് തവിഞ്ഞ മഴ അല്ലെങ്കിൽ ഒന്ന് തണുത്ത മഴ വീണ്ടും അതിശക്തമായി തിരിച്ചു വരുന്ന കാഴ്ച നമുക്ക് കാണാം. എന്നാൽ മുമ്പുണ്ടായിരുന്നുള്ള കാറ്റില്ല എന്നുള്ളൊരു പ്രത്യേകത ഇപ്രാവശ്യം ഈ 3ാമത് പെയ്യുന്ന മഴയിൽ കാണാറുണ്ട്. മറ്റേ മുൻപ് ആഞ്ഞു വീശിയ കാറ്റിനോടൊപ്പമാണ് മഴയെത്തിയത്. അതിനുശേഷം ശക്തമായ ഇടിമിന്നലിൻ്റെ സാന്നിധ്യവും കാണാമായിരുന്നു. അതെ, തെക്കൻ കേരളത്തിൻ്റെ ഏതാണ്ട് ഭാഗങ്ങളിലെല്ലാം മഴയാണ്. ഇന്നലെ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലും മഴ അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ വീണ്ടും നിങ്ങൾക്ക് മിന്നൽ കാണാമായിരുന്നു. ഇടിമിന്നലിൻ്റെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുന്നുണ്ട്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വൈദ്യുത കണക്ഷനുകൾ ഊരി സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയിടണം എന്നുള്ളൊരു മുന്നറിയിപ്പ് ഉച്ചയ്ക്ക് തന്നെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഇനിയുള്ള വരുന്ന 2-3 ദിവസങ്ങൾ കൂടി ഈ ഡാമിനി എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. കൃത്യമായൊരു മുന്നറിയിപ്പ് ഈ ഡാമിനിയിലൂടെ ഇടിമിന്നലിൻ്റെ മുന്നറിയിപ്പായി ലഭിക്കും. വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഇടിമിന്നൽ പറഞ്ഞിരുന്നെങ്കിലും രാത്രിയിലാണ് അപ്രതീക്ഷിതമായ ഇടിമിന്നൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. അതെ, തെക്കൻ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മഴ അനുഭവപ്പെടുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലും ജില്ലയുടെ കിഴക്കൻ മേഖലയിലും ഇന്നലെ തന്നെ മഴയുണ്ടായിരുന്നു. നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ ഇന്നലെ രാവിലെ അപ്രതീക്ഷിതമായ ഒരു ചാറ്റൽ മഴ അനുഭവപ്പെട്ടു. എന്നാൽ ഉച്ചയോടെ ആ കാലാവസ്ഥ പെട്ടെന്ന് മാറി സാധാരണ രീതിയിലേക്ക് കടന്നെങ്കിലും ചൂട് അല്പം കുറവാണ് അനുഭവപ്പെട്ടത്. ഇന്ന് പകൽ ചൂട് കുറവായിരുന്നു. രാവിലെ ചൂടുണ്ടായിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം അന്തരീക്ഷം ആകെ മാറി. മുറ്റാത്തത് പൊഴിഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ അത് സാധാരണഗതിയിൽ ഇതിലെ മുറ്റി കഴിയുമ്പോഴാണ് പാലിൻ്റെ ഉൽപ്പാദനം പഴയ രീതിയിലേക്ക് മാറുന്നത്. എന്നാൽ ഇത് പാലുൽപാദനത്തെ രണ്ടാമതൊരിക്കൽ കൂടി തളർത്തി വിടാൻ സമയമെടുക്കുന്നതുകൊണ്ട് തന്നെ പാലുൽപാദനത്തെ ഗുരുതരമായി ബാധിക്കും. കാരണം കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള ഫലമൂലാദികളും വൃക്ഷങ്ങളും നാണ്യവിളകളും കൃഷി ഇറക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്. അത് ഏതാണ്ട് കഴിഞ്ഞ 2 വർഷമായി അതിലൊക്കെ വളരെ ഗുരുതരമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ അപ്രതീക്ഷിതമായ ഒരു മഴയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ശക്തമായ മഴയാണ്. മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. മഴയ്ക്കൊപ്പം ഇടിയും മിന്നലുമൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും 2 വരുന്ന കണ്ണിമാങ്ങയൊക്കെ കണ്ട് സ്വപ്നത്തോടെ രുചിയുള്ള മാങ്ങ തിന്നാമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരുണ്ട്. ചക്ക മലയാളിയെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാനാകാത്തൊരു വിഭവമാണ്. നമുക്കറിയാം, ഈ ദേശീയപാതയുടെയും സംസ്ഥാന പാതയോരങ്ങളിലും ഏറുമാട് കടകളിലും തട്ടുകടകളിലും വരെ 200-300 രൂപ കൊടുത്ത് ചക്ക വാങ്ങിക്കേണ്ട മലയാളിക്ക് പരിചിതമല്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. വിളയാത്ത ചക്ക പോലും കിട്ടുന്ന വിലയ്ക്ക് മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലത്തിലേക്ക് മാറുന്നു. നല്ല വിലയാണ് ചക്കയ്ക്ക് കിട്ടുന്നത്. അത്രമാത്രം മലയാളിക്ക് ചക്ക മറക്കാൻ കഴിയില്ല. അപ്പോൾ ചക്ക വീഴാനുള്ളൊരു ടെൻഡൻസിയിലൊക്കെ പ്ലാവുകൾ ആകെ മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ഈ മഴയെത്തുന്നത്. ഈ മഴ ചക്കയെ നല്ലവണ്ണം ബാധിക്കുമെന്ന് ഉറപ്പാണ്. അതുപോലെ മാവും പറങ്കിമാവും ഒക്കെ പൂവിടാൻ തുടങ്ങുകയായിരുന്നു. ഈ കാലാവസ്ഥ വ്യതിയാനം ബാധിക്കുന്നതിനും ഈ കരകൃഷിക്ക് ചില ഏത്തവാഴ കൃഷികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് കൊല എത്തി നിൽക്കുന്നതും കുടമാവാറായതും ഒക്കെയുള്ള